ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നത് കാടമുട്ടക്കറിയാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇതിലേക്ക് ആവശ്യമായത് 3 സവാള, കുറച്ച് മുട്ട, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു തക്കാളി. ആദ്യം നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പിട്ട് കാടമുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് 2 അല്ലി വെളുത്തുള്ളി വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് 2 പച്ചമുളകാണ്. അത്യാവശ്യം എരിയുള്ളൊരു കറിയായിട്ട് കിട്ടാനായിട്ടാണ് ഈ 2 പച്ചമുളക്. എരി കുറച്ച് മതിയെങ്കിൽ 1 പച്ചമുളക് മതി. കാര്യം പിന്നീട് നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് 1 പച്ചമുളക് മതി. പിന്നെ സവോളയും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ വഴറ്റണം. വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉള്ളി നല്ലതുപോലെ വഴണ്ട് കിട്ടണം. അതിൻ്റെ കളറ് മാറി നല്ല ട്രാൻസ്പാരൻറ്റ് കളറാവുന്നത് വരെ നമ്മൾ വഴറ്റണം. ഏതാണ്ട് ഈ കളറാവുന്നത് വരെ നമ്മളിത് വഴറ്റണം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാല ആയാലും മതി, ഇട്ടാലും നല്ല രുചിയായിരിക്കും. പിന്നീട് നമുക്ക് ഒരു തക്കാളി കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നല്ലപോലെ വെന്തുടയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, കാര്യം ഓൾറെഡി നല്ല പഴുത്ത തക്കാളിയായിരുന്നു. ഈ തക്കാളി ചേർക്കുന്നത് വെച്ചാൽ നമുക്ക് എരി ഒന്ന് ബാലൻസ് ആവാനും ഒരിത്തിരി മധുരം കറിക്ക് കിട്ടാനുമായിട്ടാണ്. പിന്നെ ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മസാല ഒന്ന് വേവാനായിട്ട് വയ്ക്കുക. ഒരു കറിക്ക് ആവശ്യം നമുക്ക് എത്രത്തോളം കറി വേണം അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കാടമുട്ട പിച്ചത്ത് വെച്ച് ഒന്ന് വരഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാം. അപ്പം ഈ മുട്ടയുടെ ടേസ്റ്റ് കറിയിലേക്കും തിരിച്ച് മസാലയുടെ രുചിയെല്ലാം മുട്ടയിലേക്കും വരികയും ചെയ്യും. പിന്നെ മുട്ട എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് തൊലിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിളച്ച വെള്ളം നമ്മൾ മാറ്റിയിട്ട് ഉടനെ തന്നെ തണുത്ത പൈപ്പിൻ്റെ വെള്ളത്തിൽ ഒഴിച്ച് നമ്മൾ തോടിളക്കി കഴിഞ്ഞാൽ ഒരു ക്രാക്ക് പോലും ഇല്ലാതെ ഇപ്പം സാധാ മുട്ടയായാലും കാടമുട്ടയായാലും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. പിന്നെ ഈ മുട്ടക്കറിക്ക് ഇത്തിരി രുചി കൂട്ടാൻ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ചേർത്താൽ നല്ലതായിരിക്കും. എൻ്റെ തേങ്ങാപ്പാലില്ലാത്തതുകൊണ്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചും ചേർക്കാം. അപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ തേങ്ങ അരച്ച് ചേർത്താൽ നല്ല രുചിയായിരിക്കും. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ എടുത്തേക്കുന്നത്. ലാസ്റ്റ് ഇത്തിരി മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ഡിഷുമായി വരുന്നവരെ ബൈ.